ബ്ലൂമിംഗ് ബഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, സെക്സ് എഡ്യൂക്കേഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മജോറിറ്റി ഓഫ് ദം ഇങ്ങനെ ചെയ്യും, ഒന്ന് പുഞ്ചിരിക്കും. ബാക്കി കുറച്ച് പേർ എന്നോട് ചോദിക്കാറുണ്ട്, സെക്സും റീപ്രൊഡക്ഷനുമെല്ലാം എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നതല്ലേ, പിന്നെ മനുഷ്യൻ്റെ കാര്യം വരുമ്പോൾ എന്തിനാണ് ഒരു പ്രത്യേക പഠനം? ശരിയാണ്. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ ഒരു മൃഗം വേറൊരു മൃഗത്തെ റേപ്പ് ചെയ്യുന്നു, അതല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്നു? എന്നാൽ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയാണോ? ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, ജെൻഡർ, കാസ്റ്റ്, ക്രീഡ്, ആര് വേണേലും അബ്യൂസ് ചെയ്യപ്പെടാം. ഫോർ എക്സാമ്പിൾ, ഇന്നൊരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞാണെങ്കിലും, അതുപോലെ 80 വയസ്സായ ഒരമ്മച്ചിയാണെങ്കിലും ഒരപ്പച്ചനാണെങ്കിലും ദേ ക്യാൻ ബി അബ്യൂസ്ഡ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അവർക്ക് ബോഡി അവെയർനെസ്, കൺസെൻറ്റ്, ബൗണ്ടറീസ്, അതുപോലെ റെസ്പെക്റ്റ് ഫോർ ദ ബോഡി ആൻഡ് പ്രൈവസി, ഈ കാര്യങ്ങൾ അറിവില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സെക്ഷുവാലിറ്റി ഹെൽത്ത് has to be included in the school curriculum. A child who is aware of their body is a safer child. Thank you. Your Miss Leela from Blooming Buds.